കണ്ണൂസിന് സ്കൂളിൽ നിന്ന് സ്മൈലിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ നിന്ന് പാരൻസാണ് കൊണ്ടുപോകേണ്ടത്. ശ്രീ ചിത്രവന മഹാരാജാവിൻ്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോൾ ലിറ്റിൽ കിങ്, ക്യൂന്, അത് സ്മൈലിംഗ് ബ്യൂട്ടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കണ്ണൂസ് ചെന്നപാടെ തന്നെ കനിക്കുട്ടിയുടെ കൂടെയായിരുന്നു നിപ്പ്. അപ്പോൾ കണ്ണൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കനിമോള്. അപ്പോൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് റാമ്പിൽ നടന്ന് നോക്കുകയാണ്, എല്ലാം ഒന്ന് സെറ്റ് ആവുമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടന്നൊക്കെ നോക്കിയതിന് ശേഷം ചെസ് നമ്പർ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 303 കണ്ണൂൻ്റെ ചെസ് നമ്പർ. പിന്നെ അവർ ജസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഫിസിക്കലൊന്നും നോക്കും കേട്ടോ, ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ സ്മൈല്, പിന്നെ ടീത്തൊക്കെ നോക്കിയിട്ടതിന് ശേഷമാണ് റാമ്പിൽ കയറുന്നത്. റാമ്പിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് കണ്ണൂസ് ആകെ മൊത്തത്തിൽ ഒന്ന് ചിണുക്കമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്മൈലിംഗ് കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയും മത്സരമൊക്കെ കഴിഞ്ഞിട്ട് സ്മൈലിംഗ് കോമ്പറ്റീഷൻ തുടങ്ങാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരെല്ലാവരും മൊത്തത്തിൽ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറുന്നില്ല, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി, ഇതുവരെ എന്നിട്ടൊന്നും നടന്നില്ലല്ലോ, കയറൂലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ കണ്ണൂൻ്റെ കാര്യത്തിൽ പൊതുവെ ഇങ്ങനെയാണെങ്കിലും അവൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആൾ മൊത്തത്തിൽ ഓണാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പരീക്ഷ പ്രാർത്ഥനയും മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണുമ്മയ്ക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ സ്മൈലിംഗ് കോമ്പറ്റീഷന്. അതിൽ നിന്നാണ് നമ്മളെ കണ്ണൂസിന് പ്രൈസ് കിട്ടിയത്. Smiling Beauty, second prize. Aidya P. Nair. പ്രൈസൊക്കെ കിട്ടിയത് ഒത്തിരി സന്തോഷം കേട്ടോ. പക്ഷേ ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ഒഫീഷ്യൽ നെയിം ഐദ്യ എന്നാണ്. അത് ഒരിടത്തും ആരും പറയാറില്ല കേട്ടോ. എല്ലാവരും ആദ്യ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഞാൻ അവിടെ കിടന്ന ഐദ്യ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്താ, മലയാളി മംഗ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിന്നേഴ്സിനെയും കൂടെ നിർത്തി നമ്മുടെ ലിറ്റിൽ കിങ്ങിനെയും ക്യൂനിനെയും സ്മൈലിംഗ് ബ്യൂട്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യണേ.